Now let us move to the next chlorophycin member, that is Volvox. Volvox comes under division Chlorophyta, class Chlorophyceae, order Volvocales, family Volvocaceae. Okay, so now let us discuss about the habitat of this particular algae. They are freshwater. You can see their presence in ponds, pools, lakes, etc. They are free swimming. That means they have flagella. And some common Indian species includes Volvox aureus, Volvox globator, Africanus, etc. So this is about the introduction. Now let us move to the structure of colony. Here it is the individual cells are interconnected to form a colony-like structure. So this organization is colonial. So now let us discuss about the structure of a colony. So what is a colony? It is already told. You know, it's a cenobium type of arrangement. What is a cenobium? Cenobium is a type of colonial arrangement where you can see a division of labors among the members. Some of the cells which are they are meant for reproduction and some are for vegetative growth. So that I will explain later. Who among the cells are reproductive and who are vegetative. So this type of arrangement where you can see a partial division of labors among the members. എന്താണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ പണിയുണ്ട് എന്നല്ലേ. നമ്മൾ ഹണി കോംബ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഹണി കോമ്പിലെ ക്യൂനിൻ്റെ ഫംഗ്ഷൻ അല്ല വർക്കേഴ്സിനുള്ളത്, വർക്കേഴ്സിൻ്റെ ഫംഗ്ഷൻ അല്ല ബാക്കി ക്ലീനേഴ്സിനും അതിനുള്ളവർക്കൊന്നും ഉള്ളത്. അപ്പോൾ ദർ ഈസ് എ ഡിവിഷൻ, ഓരോരുത്തർക്കും ഓരോ ജോലി കൊടുത്തിട്ട് അവർ ആ ഒരു ജോലി മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ കുറച്ചുകൂടെ എന്താണ് എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. കോളനി ആണെങ്കിൽ കൂടിയും എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, എല്ലാവരും കൂടി ഒരു മാറ്റർ ചെയ്തിട്ട് ആകെ കൊളാക്കുന്ന ഒരു പരിപാടി ഇല്ല, അത് വേണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ സീനോബിയൽ ടൈപ്പ് ഓഫ് അറേഞ്ച്മെൻ്റ് ആണ് കാണിക്കുന്നത്. ദെൻ കംസ് നമുക്ക് നെക്സ്റ്റ് സീനോബിയൽ എന്ന് പറയുന്ന കോളനിയാണ് ഇതിൽ കാണപ്പെടുന്നത്. ഈ കോളനിക്ക് മൊത്തം ഈ കോളനീനെ കവർ ചെയ്തിട്ട് ഒരു ജെലാറ്റിനസ് മെട്രിക്സ് ഉണ്ടാവും. അതാണ് ഈ വരച്ചിട്ടുള്ള പുറമേ ഉള്ള കവറിങ് ആണ് ഈ ജെലാറ്റിനസ് മെട്രിക്സ്. അതിനകത്തുള്ള ഇൻഡിവിജ്വൽ കോളനിയിലെ സെൽസിന് എന്തുണ്ടായിരിക്കും? ഓരോ മ്യൂസിലേജിനസ് ഷീത്തും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ മ്യൂസിലേജിനസ് ഷീത്ത് നമ്മൾ ക്ലോറല്ല മുതൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ് അല്ലേ. ഇൻഡിവിജ്വൽ സെൽസിന് എന്തുണ്ട്? ഒരു മ്യൂസിലേജിനസ് ഷീത്ത് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻഡിവിജ്വൽ സെൽസ്. ഈ ബ്ലാക്ക് കളറിൽ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളതാണ് ഇൻഡിവിജ്വൽ സെൽസ്. ഇനി അതിനെ കുറച്ച് എൻലാർജ് ചെയ്ത് മാഗ്നിഫൈ ചെയ്ത് വരയ്ക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? ഞാൻ പറഞ്ഞു ഫ്രീ സ്വിമ്മിങ് ആണ്. മീൻസ് ദേ ഹാവ് ഫ്ലജല്ല. ഈ ഫ്ലജല്ലയാണ് ഈ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ഇനി സെൽസുകൾ പരസ്പരം ഇൻ്റർ കണക്റ്റഡ് ആയിരിക്കും ത്രൂ എ പ്രോട്ടോപ്ലാസ്മിക് കണക്ഷൻ. ഒരു പ്രോട്ടോപ്ലാസ്മിക് കണക്ഷൻ വഴി രണ്ട് സെല്ലുകൾ പരസ്പരം, അപ്പോൾ ഈ കോളനിയിലെ സെൽസുകൾ പരസ്പരം എപ്പോഴും എന്തുണ്ട്? ഒരു കണക്ഷൻ ഉണ്ടാകും. അങ്ങനത്തെ കണക്ഷനുള്ള ഈ ഒരു കണക്ഷനെ പറയുന്ന പേരാണ് പ്രോട്ടോപ്ലാസ്മിക് കണക്ഷൻ. അപ്പോൾ ഇത്രയാണ് നമുക്ക് സെൽസിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇപ്പോൾ കോളനി ആണെങ്കിലും ഈവൻ ദോ ദേ ആർ എ കൊളോണിയൽ അഗ്രിഗേഷൻ, ദേ ആർ കൊളോണിയൽ ബട്ട് സെൽസ് റീറ്റെയിൻസ് ദെയർ ഇൻഡിവിജ്വാലിറ്റി. ഓരോ സെല്ലിനും ഓരോ ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്. ദാറ്റ് മീൻസ് ഓരോ സെല്ലിനും ഓരോ വ്യക്തിത്വം ഉണ്ട് എന്ന് പറയില്ലേ, അതന്നെ. ഇവർക്ക് ഓരോരുത്തർക്കും ന്യൂക്ലിയസ് ഉണ്ട്, അതിൻ്റെ സെപ്പറേറ്റ് പൈറിനോയിഡ്സ് ഉണ്ട്, അതിൻ്റെ ഐസ്പോട്ട്, ഫ്ലജല്ല, ഇതൊക്കെ സെപ്പറേറ്റ് ആയിരിക്കും. പക്ഷേ കൂട്ടത്തിൽ താമസിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ലെവലിൽ അവർ നിന്ന് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഇതാണ് നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ സ്ട്രക്ചർ, കൊളോണിയൽ സ്ട്രക്ചറിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ദെൻ കംസ് ടു ദി ഇൻഡിവിജ്വൽ സെൽസ്. ഒരു ഇൻഡിവിജ്വൽ സെൽസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് നമുക്ക് കാണാൻ പറ്റുക? അതിനകത്ത് നമുക്കൊരു കപ്പ് ഷേപ്പ്ഡ് ആയിട്ടുള്ള ക്ലോറോപ്ലാസ്റ്റ് കാണാൻ പറ്റും. ക്ലോറോപ്ലാസ്റ്റ് ഒരു കപ്പ് ഷേപ്പ് പോലെയാണ് കാണപ്പെടുക. ദെൻ യു ക്യാൻ സീ ദെയർ സ്റ്റോറേജ് ബോഡീസ്, ദാറ്റ് ഈസ് പൈറിനോയിഡ്സ്, അവരുടെ സ്റ്റാർച്ച് സ്റ്റോർ ചെയ്യുന്ന ആ സ്ട്രക്ചർ.
ദെൻ യു ക്യാൻ സി ഐസോകോണ്ട് ഫ്ലജല്ല. ഫ്ലജല്ല ഈക്വൽ ആണ്, ഒരേപോലത്തെ ഫ്ലജല്ലയാണ്, അതിനെയാണ് ഐസോകോണ്ട് ഫ്ലജല്ല എന്ന് പറയുന്നത്. ദെൻ യു ക്യാൻ സി ദെയർ ഐ സ്പോട്ട് വിച്ച് ഡിറക്റ്റ്, നമ്മുടെ കണ്ണ് എന്താണോ ചെയ്യുന്നത് അതുപോലെ അവരുടെ താലസിനെ അതല്ലെങ്കിൽ കോളനിനെ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് അനുസരിച്ച് അവരെ ഡിറക്റ്റ് ചെയ്യുന്ന ആ സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് ഐ സ്പോട്ട്. അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് കാരണം ഞാനിതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല. നെക്സ്റ്റ് നമുക്കിതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ ലോക്കോമോഷനും ന്യൂട്രീഷനും എന്നുള്ളത് നോക്കാം. ലോക്കോമോഷൻ എങ്ങനെയായിരിക്കും? ലോക്കോമോഷൻ എന്ന് പറയുന്നത് ഫ്രം വൺ പ്ലേസ് ടു അനദർ മൂവ്മെൻ്റ് ആണ്, വിച്ച് ഈസ് എഫക്റ്റഡ് ബൈ ഫ്ലജല്ല. ഐസോകോണ്ട് ഫ്ലജല്ലയാണ് അവരെ വിച്ച് ഇസ് ഡിറക്റ്റഡ് ബൈ ആരാണ്? ഐ സ്പോട്ട്. ഇൻഡിവിജ്വൽ സെൽസിനെ ഡിറക്റ്റ് ചെയ്യുന്നത് ഐ സ്പോട്ടും എഫക്റ്റ് ചെയ്യുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഫ്ലജല്ലയാണ്. ലെറ്റ് us discuss about the reproduction. Reproduction, they reproduce by means of two modes. They are asexual methods and sexual, by means of sexual reproduction. So first of all നമുക്ക് asexual reproduction എങ്ങനെയാണെന്നുള്ളത് നോക്കാം. So there is no sex cells involved in this mode of reproduction, asexual reproduction. So ഞാൻ പറഞ്ഞു ഡിവിഷൻ ഓഫ് ലാബേഴ്സ് അമംഗ് മെമ്പേഴ്സ് ഉണ്ട് ഈ ഒരു ഗ്രൂപ്പിനകത്ത്. അപ്പോൾ ഇതിലെ ഏത് സെൽസാണ് എസെക്ഷൽ റീപ്രൊഡക്ഷന് വിധേയമാകുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിൻ്റെ ടോപ്പിൽ അവരുടെ സർഫസിലുള്ള സെൽസ് എന്താവും? എസെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ സമയത്ത് ഒരു സിംഗിൾ സെല്ല് എൻലാർജ്ഡ് ആവും, വലിയൊരു സെല്ലായിട്ട് മാറും. അപ്പോൾ ഇവിടെ ഞാനിങ്ങനെ കുറേ സെൽസ് വരച്ചിട്ടുണ്ട്. അപ്പോൾ അതിലുള്ള ഒരു സെല്ല് എൻലാർജ് ഇൻ സൈസായി മാറും. ആ സൈസ് എൻലാർജ് ചെയ്തിട്ടുള്ള സെൽസിനെ ഗൊണിഡിയ എന്നാണ് പറയാം, എൻലാർജ് ചെയ്തിട്ടുള്ള ആ സെൽസിനെ. ഇനി ആ ദിസ് സെൽസ് അണ്ടർഗോസ് ഡിവിഷൻ ടു ഫോം ആൻ 8-celled സ്ട്രക്ചർ. ഈ ഇങ്ങനെയുള്ള സാധനം ഇപ്പോൾ ഇതിലിപ്പോൾ ഞാൻ വരച്ചതിൽ 16 ഇങ്ങനത്തെ 8 സെല്ലുള്ള സ്ട്രക്ചർ ഉണ്ടാകും. ഈ 8 സെല്ലുള്ള സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് പ്ലക്കിയ സ്റ്റേജ് എന്നാണ് അറിയപ്പെടുന്നത്. ദെൻ ദിസ് 8-cell സ്റ്റേജ് അണ്ടർഗോസ് അഗെയിൻ എന്ത് ഡിവിഷന് അണ്ടർഗോ ചെയ്യും. ദെൻ ഫോംസ് ദ 16-celled structure. This is this 16-celled structure where you can see there ഈ നോക്കിയൊക്കെ ഈ ഫ്ലജല്ല വരുന്ന ഭാഗത്തെ, ഇപ്പോൾ ഗൊണിഡിയ എന്ന് പറയുന്ന സ്ട്രക്ചറിന് ഫ്ലജല്ല ഒന്നുമില്ല കേട്ടോ. ഫ്ലജല്ലൊക്കെ വിഡ്രോ ചെയ്തിട്ട് റൗണ്ട് ഓഫ് ചെയ്തിട്ടുള്ള സെൽസാണ് ഗൊണിഡിയ എന്ന് പറയുന്നത്. അതിൻ്റെ ഫ്ലജല്ല ഉള്ള ഭാഗം ഡിറക്റ്റ് ചെയ്തിരിക്കുന്നത് സെൻറ്ററിലേക്ക് കാരണം എല്ലാ സെൽസും നോക്കുക. ഫ്ലജല്ലയുടെ പാർട്ട് എന്ന് പറയുന്നത് ഫ്ലജല്ല ഉള്ള ഉണ്ടായിരുന്ന പാർട്ട് അത് സെൻറ്ററിലേക്കാണ് ഡിറക്റ്റ് ചെയ്തിട്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ സ്ട്രക്ചർ കിടക്കുന്നത്. ഈ 16-celled സ്റ്റേജിൽ നിന്ന് ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം നടക്കുന്നുണ്ട്. ആ സംഭവത്തിനെയാണ് ഇൻവാജിനേഷൻ എന്ന് പറയുന്നത്. അഥവാ ഇങ്ങനെ കിടക്കുന്ന സാധനത്തിനെ ഞാൻ ഈ അടിയിൽ നിന്ന് ഇങ്ങനെ തള്ളിക്കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ മുകളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ഈ ഭാഗങ്ങൾ മുഴുവൻ, അഥവാ ഇപ്പോൾ സെൻറ്ററിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന അപ്പെക്സ് പിന്നീട് പെരിഫറിയിലേക്ക് മാറും. ഇപ്പം നമ്മളെടുത്ത് ഇങ്ങനത്തെ ഒരു സെല്ലുള്ളൊരു മാല ഉണ്ട് എന്ന് തന്നെ വിചാരിക്കുക. ഈ മാലിനെ ഞാൻ അടിയിൽ നിന്ന് ഇങ്ങനെ മേലേക്കാണ് പൊക്കി വെച്ച് കഴിഞ്ഞാൽ എന്തായി മാറും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. 2 സൈഡും അതിൻ്റെ ഉള്ളിലേക്ക് ഈ പ്രൊജക്റ്റ് ചെയ്തിരുന്ന പാർട്ട് പുറമേക്ക് പെരിഫറിയിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത രീതിയിലായിരിക്കും. ആ പ്രോസസ്സിനെയാണ് ഇൻവാജിനേഷൻ എന്ന് പറയുക. അത് നടക്കുന്നത് 16-celled സ്റ്റേജിലാണ്. ഈ 16-celled സ്റ്റേജിലുള്ള ഈ സ്ട്രക്ചറിനുള്ള ഈ സ്മോൾ ഓപ്പണിങ്ങിനെ പറയുന്ന പേരാണ് ഫയാലോപോർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നടക്കുന്നത്. പിന്നീട് ഈ സാധനം വീണ്ടും ഡിവൈഡ് ചെയ്ത് എന്തായിട്ട് മാറും? അതൊരു ഇൻഡിവിജ്വൽ കോളനി ആയിട്ട് മാറും. ഇതിൽ നിന്നും കട്ട് ഓഫ് ചെയ്തിട്ട് അതൊരു ഇൻഡിവിജ്വൽ കോളനി ആയിട്ട് മാറും. ആ കോളനിക്ക് പിന്നീട് ഫ്ലജല്ല ഡെവലപ്പ് ചെയ്യും. ഇങ്ങനെയാണ് എസെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ നടക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫോർമേഷൻ ഓഫ് ഗൊണിഡിയ, റൗണ്ട് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ സെൽ, then 8-celled പ്ലക്കിയ സ്റ്റേജ്, then 16-celled സ്റ്റേജ് where the opening is known as ഫയാലോപോർ ആൻഡ് ഇൻവാജിനേഷൻ. ഇറ്റ് എന്ത് ചെയ്യും? ഇറ്റ് റീഓറിയൻറ്റ് ദ ഹോൾ സ്ട്രക്ചർ, ഹോൾ cellular structure where the apex which were directed towards the center അതെന്തായിട്ട് മാറും? now becomes എന്തായിട്ട് മാറും? പെരിഫറിയിലേക്ക്, will direct towards periphery. ഇത്രയാണ് നമുക്ക് ഇതിനെ കുറിച്ചിട്ട് അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ പറയാനുള്ളത്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷൻ.
സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എ ടൈപ്പ് ഓഫ് അഡ്വാൻസ്ഡ് oogomy ഇൻ ദിസ് volvox where you can see the female reproductive structure oogonia and male reproductive structure antheridia. Okay, some of the colony may be monoecious or some are dioecious. Monoecious means both reproductive structure can be seen in the same colony, but in dioecious forms you can expect their presence in different colonies. Okay, then നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് how male and female gametes develop. First of all, female gametes. Female gamete എന്ന് പറയുന്നത് പോസ്റ്റീരിയർ സൈഡിലുള്ള, ഞാൻ പറഞ്ഞു പോസ്റ്റീരിയർ സെൽസ് ആണ് ഇവിടെ റീപ്രൊഡക്റ്റീവ് സെൽസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഈ റീപ്രൊഡക്റ്റീവ് സെൽസ്, സം ഓഫ് ദി പോസ്റ്റീരിയർ സെൽസ് വിൽ ബിക്കം റൗണ്ട് ഓഫ് വിത്ത് എക്സസ് ഓഫ് പൈറിനോയിഡ്സ് വിച്ച് അക്യുമുലേറ്റ് എ ലോട്ട് ഓഫ് പൈറിനോയിഡ്സ് ആൻഡ് ഫോം എ ഗൊണിഡിയ. ഗൊണിഡിയ എന്ന് പറയുന്നതാണ് അതിൻ്റെ ആ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ. ദിസ് ഗൊണിഡിയ വിൽ ബി പുഷ്ഡ് ഇൻറ്റീരിയർ ഓഫ് ദ കോളനി. അപ്പോൾ ഏറ്റവും ടെർമിനലിൽ കടന്നിരുന്ന സാധനത്തിനെ ഇൻറ്റീരിയറിലേക്ക് പുഷ് ചെയ്യും. വേർ ദേ ഗെറ്റ് പ്ലെൻറ്റി ഓഫ് റിസർവ് ഫുഡ് മെറ്റീരിയൽസ്. അവിടെ പ്ലെൻറ്റി ഓഫ് റിസർവ് ഫുഡ് മെറ്റീരിയൽ ലൈക്ക് എ ക്യൂൻ അല്ലേ, ക്യൂവിന് എല്ലാം കൊടുക്കുന്ന പോലെ തന്നെ ഇവർക്ക് ഇത്രയും പ്ലെൻറ്റി ഓഫ് റിസർവ് ഫുഡ് മെറ്റീരിയൽസ് വരും. വേർ ദേ ലോസ്റ്റ് ഐസ്പോട്ട് ആൻഡ് ഫ്ലജല്ല ആൻഡ് ബിക്കം എ റൗണ്ടഡ് സ്ട്രക്ചർ വിച്ച് ഇസ് നോൺ ആസ് oosphere. ദിസ് ഇസ് oosphere. ഇത് ഫെർട്ടിലൈസേഷൻ്റെ സമയത്തുള്ളതാണ് ഞാൻ വരച്ചിട്ടുള്ളത്, പക്ഷേ സിംപ്ലി ഇതാണ് oosphere. റൗണ്ട് ഓഫ് ചെയ്തിട്ടുള്ള പ്ലെൻറ്റി ഓഫ് റിസർവ് ഫുഡ് മെറ്റീരിയൽസും എല്ലാം ഉള്ള ആ സ്ട്രക്ചറിനെയാണ് oosphere അല്ലെങ്കിൽ എഗ് എന്ന് പറയുന്നത്. ഓക്കെ, എഗ്ഗിൻ്റെ വേറൊരു പേരാണ് oosphere എന്ന് പറയുന്നത്. നൗ കമ്മിങ് ടു ദി നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റ് ഓഫ് മെയിൽ ഗാമറ്റോഫൈറ്റ്. ഇറ്റ് ഈസ് വെരി കോംപ്ലക്സ്. ആ കോംപ്ലക്സ് ഉണ്ടാവാനുള്ള കാരണം എന്താ, നമ്മളിപ്പോൾ എസെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ മോഡ് പറഞ്ഞില്ലേ, അതേപോലെ തന്നെയാണ് മെയിൽ ഗാമേറ്റിൻ്റെ ഡെവലപ്മെൻറ്റ് നടക്കുന്നത്. മെയിൽ ഗാമേറ്റ് ഡെവലപ്പ് ചെയ്യുന്നത് സെയിം നമ്മൾ ഈ പറഞ്ഞ ഗൊണിഡിയ, ദെൻ ഫ്ലജല്ലിൻ്റെയൊക്കെ പിന്നെ നഷ്ടപ്പെടുന്നു. ദെൻ ഇറ്റ് ഡിവൈഡ്സ് ടു ഫോം 8 സെൽഡ് പ്ലക്കിയ സ്റ്റേജ്, ദെൻ 16 സെൽഡ് സ്റ്റേജ് ഇൻവാജിനേഷൻ ആൻഡ് 16 സെൽഡിൽ ഇൻവാജിനേഷൻ നടക്കുന്നു. ആ 16 സെൽഡ് സ്റ്റേജിൽ നിന്ന് പിന്നെയും ഡിവിഷൻ നടക്കുന്നു. ഡിവിഷൻ നടന്നതിന് ശേഷം ഇതുപോലത്തെ അവിടെ കോളനി ഉണ്ടാവുന്നതിന് പകരം ഇവിടെ മെയിൽ ഗാമേറ്റ് ആയിട്ടുള്ള ആന്ത്രോസോയിഡ്സ് ഉണ്ടാവുന്നു. ഇത്രയേ ഉള്ളൂ ഡിഫറൻസ്. ഇത്രയേ ഉള്ളൂ ഇതിനകത്തുള്ളത്. സെക്ഷൽ റീപ്രൊഡക്ഷനിൽ എങ്ങനെയാണോ കോളനി ഉണ്ടാവുന്നത്, കോളനി ഉണ്ടാവുന്നതിന് പകരം ഇവിടെ മെയിൽ ഗാമേറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഡെവലപ്മെൻറ്റ് ഓഫ് മെയിൽ ഗാമേറ്റ് ഈസ് ഓവർ. ദെൻ നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്കാണ് ഫെർട്ടിലൈസേഷൻ. അപ്പോൾ മൊണീഷ്യസ് ആയിരിക്കാം, ഡൈഷ്യസ് ആയിരിക്കാം എന്നുള്ള ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്? വെൻ മെയിൽ ഗാമേറ്റ്സ് അഥവാ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദെയർ ഫ്ലജല്ല ദേ വിൽ റീച്ച് എവിടെ, ആ കോളനിയിലെ എഗ്ഗിൻ്റെ അടുത്തെത്തുമ്പോൾ ഫെർട്ടിലൈസേഷൻ നടക്കും. എഗ്ഗും ഇതിൻ്റെ ന്യൂക്ലിയസും തമ്മിൽ ഫ്യൂസ് ചെയ്യും. ഇതെന്തായിട്ട് മാറും? ഈ ഡിപ്ലോയിഡ് ആയിട്ടുള്ള സൈഗോട്ടിനെ ഇവിടെ പറയുന്ന പേര്, ഇവിടെ സൈഗോട്ട് എന്നല്ല പറയാം, അതിനെ oospore എന്നാണ് പറയുക കേട്ടോ. എഗ്ഗിൻ്റെ വേറൊരു പേരാണ് oosphere, സൈഗോട്ടിൻ്റെ വേറൊരു പേരാണ് oospore. ദിസ് ഇസ് സംവാട്ട് എ റെസ്റ്റിംഗ് സ്പോർ. ആഫ്റ്റർ റെസ്റ്റ് they will undergo division to form a zoospore which is nothing but a flagellated structure. ഈ zoospore ഡിവൈഡ് ചെയ്യുന്നു. 2 ആകും, 4 ആകും, 8 ആകും, 16 ആവും. അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് അതൊരു കോളനി ആയിട്ട് മാറും. സോ ദിസ് ഇസ് അബൌട്ട് ദി വോൾവോക്സിൻ്റെ ലൈഫ് സൈക്കിള്, ബാക്കിയുള്ള കാര്യങ്ങൾ.